അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവന്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ, അതായത് യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോക എന്ന് ശാസിക്കാം. നിങ്ങൾക്ക് ഷുഗറുണ്ടോ? ചിലരോട് നമ്മൾ ഷുഗറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവര് പറയും, എന്താണ് പറയുക, അത് പോയാലും തിരിച്ചു വരുമെന്ന്. ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും പോയിട്ട് തിരിച്ചു വരാനായിട്ട് ഒരു രോഗത്തെയും മാറ്റത്തില്ല. ആമേൻ. എന്നേക്കുമായി അവരുടെ ജീവിതത്തിൽ നിന്നും ആ രോഗം വിട്ടുപോകാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. അല്ലാതെ പോയിട്ട് പിന്നെ വന്ന് പറഞ്ഞ് കർത്താവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഒരു രോഗവും മാറ്റത്തില്ല. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും, പ്രത്യേകിച്ച് മക്കളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാ, അസ്വാഭാവികമായി എന്തെങ്കിലും ഒരു മാറ്റം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങൾ അപ്പോൾ തന്നെ കർത്താവിന്റെ മുമ്പിൽ മുട്ടിമേൽ നിന്ന് സ്വർഗത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുക. ആ വിഷയം അവന്റെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ഒരു മനുഷ്യന്റെ അടുക്കലും പ്രാർത്ഥിക്കാൻ പോകില്ല, ഞാൻ തന്നെ പ്രാർത്ഥിക്കും. മനസ്സിലായോ? ഒരാളോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകില്ല, ഞാൻ തന്നെ പ്രാർത്ഥിക്കും. കാരണം എന്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് ചെവി തരുന്നവനാണെന്നും എന്റെ ദൈവം മനസ്സിലുള്ളവനാണെന്നും പ്രാർത്ഥിച്ചാൽ വിടുവിക്കുന്നവനുമാണെന്ന് എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കഴിഞ്ഞ 3 ആഴ്ചയായി ഞാൻ പനിയും പിടിച്ച് കിടക്കുമായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു, ആരുടെ അടുക്കലും ഞാൻ പ്രാർത്ഥിക്കാൻ പോയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ അപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകാന്ന് കൽപ്പിക്കുക. അത് അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. ആമേൻ, ആമേൻ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോകാതെ, മറ്റുള്ളവരെ ഫോൺ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ നിങ്ങൾ തന്നെ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നിങ്ങളെ തീർച്ചയായും വിട്ടുപോകും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. മുട്ടിമേൽ നിന്ന് സ്വർഗത്തെ കൈയുയർത്തി തന്നെ പ്രാർത്ഥിക്കുക. അല്ലാതെ ഇരുന്നും കിടന്നും ചരിഞ്ഞും ഇങ്ങനെ ഉറക്കം തൂങ്ങിയും പ്രാർത്ഥിക്കരുത്. അത് കർത്താവിന്റെ സന്നിധിയിൽ എത്തത്തില്ല. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരുടെ ഭാവിയെയും അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പിശാച് പല തന്ത്രങ്ങളും ഒരുക്കും. ആമേൻ. അതിൽ അവർ വീണ് പോയി കഴിഞ്ഞാൽ നമുക്കവരെ രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ ബുദ്ധിയിലും കഴിവിലും ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. കർത്താവിന്റെ കൃപയാൽ മാത്രമേ എന്തും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തലമുറകൾക്ക് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുക. കുടുംബത്തിനകത്ത് അസ്വാഭാവികമായി അവരുടെ സ്വഭാവത്തിൽ, അവരുടെ തലമുറകളുടെ വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും വാക്കോ നോക്കോ പ്രവൃത്തിയോ കണ്ടാൽ നിങ്ങൾ അപ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അവരെ ബാധിച്ചിരിക്കുന്ന ആ ഒരു പൈശാചിക തന്ത്രം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അമിതമായ നിരാശകളും സങ്കടങ്ങളും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നത് പൈശാചിക പ്രവൃത്തിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ വിട്ടുപോ സാത്താനെ എന്ന് കൽപ്പിക്കുക. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അതിന് പകരം നിങ്ങൾ മിണ്ടാതെ മൗനമായിരുന്നാൽ അത് അവരെയും അവരുടെ ഭാവിയെയും അവരുടെ ജീവിതത്തെയും നമ്മളെയും തന്നെ അത് നശിപ്പിക്കും. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.